ബയോളജിസ്റ്റ് വിഷ്ണു ആണ് അല്പസമയം മുമ്പ് ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ നിന്നാണ് ആനയെ മയക്കുവെടി വെച്ചത്. ആ മയക്കുവെടി ഏറ്റതോടെ ആന ഒന്ന് തിരിഞ്ഞു. സാധാരണ ചെയ്യുന്നത് പോലെ ആന ചാർജ് ചെയ്യുകയോ ഓടുകയോ ചെയ്തിട്ടില്ല. ആന വാലുകൊണ്ട് തട്ടുന്ന ആ ഭാഗത്ത് തിരിഞ്ഞുണ്ട്. എന്തായാലും മയക്കുവെടി ഏറ്റിരിക്കുന്നു. ഇനി ആനയെ ഇങ്ങോട്ട് എത്തിക്കണം. ഈ മണ്ടിട്ടയിലേക്ക് ആനയെ എത്തിച്ചാൽ മാത്രമേ കുങ്കിയാനകളൊക്കെ ഉപയോഗിച്ച് ആനയെ ലോറിയിൽ കയറ്റാൻ കഴിയുള്ളൂ. മറുപക്ഷ വനപാലകർ നിലയുറപ്പിച്ചിട്ടില്ല. ഒന്നുകൂടി തിരിയേണ്ടതുണ്ട്. ആന മയക്കുവെടി ഏറ്റതിനു ശേഷം ഒന്ന് തിരിഞ്ഞു. പൂർണ്ണമായും എതിർദിശയിലേക്ക് തിരിഞ്ഞിട്ടില്ല. പുലർച്ചെ ഭീതി വിതച്ച് നഗരത്തിലിറങ്ങിയ കാട്ടാനയെ തളയ്ക്കാനുള്ള ദൗത്യം നീണ്ടത് 12 മണിക്കൂർ. ആശങ്ക ആശ്വാസത്തിന് വഴിമാറിയത് സന്ധ്യയോടെ മാത്രം. മയക്കുവെടി വെക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആന പ്രകോപിതനായി ഓടാനുള്ള സാധ്യതയൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ പ്രദേശമാകെ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് പോവുകയാണെങ്കിൽ ശബ്ദമുണ്ടാക്കിയും മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ തിരികെ ഈ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ദൗത്യത്തിനായി അണിനിരന്നത് 100ഓളം പേർ. വാഴത്തോപ്പിലെ സമതലത്തിൽ സുരക്ഷിതമായി മയക്കുവെടി വയ്ക്കാനായിരുന്നു പദ്ധതി. തണ്ണീർ ശാന്തനായിരുന്നെങ്കിലും വനം സംഘത്തെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു. നേരം അസ്തമയത്തിലേക്ക് അടുക്കുന്നു. കോളനി ഭാഗത്തെ കുന്നിൻ ചെരുവിലേക്ക് ആന നീങ്ങിയതോടെ ദൗത്യം പാളുമോ എന്ന ആശങ്ക. ഈ കുന്നിൻ ചെരുവിൽ നിന്ന് ജനവാസ മേഖലയാണ്. കോളനിയും കടന്ന് ടൗണിലേക്കൊക്കെ ഇറങ്ങുന്ന ഭാഗം. അവിടേക്ക് ആന കയറി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അവിടെ നിന്ന് ആന ഇപ്പോൾ താഴേക്ക് ഇറങ്ങാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ എന്തായാലും ശുഭകരമായ ഒരു കാര്യം. മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായി തന്നെ പല ഭാഗങ്ങളിലായി ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയാണ്. ഇപ്പോൾ അതായത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസർ അജീഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 100ഓളം പേരുണ്ട്. ഈ മേഖലകളിൽ നിന്നെല്ലാം എല്ലാവരെയും മാറ്റി, പൊതുജനങ്ങളെയും മാധ്യമങ്ങളെ എല്ലാവരെയും തന്നെ മാറ്റി പൂർണ്ണമായും വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുശേഷം അതായത് നമ്മൾ ഈ കടന്നു വന്ന വഴിയുണ്ട്, ന്യൂമാൻ കോളേജാണ്. ഈ റോഡ് നേരെ പോകുന്നത് ന്യൂമാൻ കോളേജിൻ്റെ ഭാഗമാണ്. ആന നേരത്തെ അതിലൂടെയൊക്കെ ഓടി വന്ന സ്ഥലമാണ്. ഇൻ കേസ് ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ആന ഓടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുന്നതിന് വേണ്ടി ന്യൂമാൻ കോളേജിൻ്റെ പരിസരത്തും ഉൾപ്പെടെയായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. അതുപോലെ ഈ വാഴത്തോട്ടമുണ്ട്, അതിൻ്റെ പല ഭാഗങ്ങളായി ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. അതിനുശേഷമാണ് ഈ ദൗത്യത്തിലേക്ക് കടക്കുന്നത്. ആനയെ നിശ്ചിത സ്ഥലത്തേക്ക് എത്തിക്കാൻ പെടാപ്പാട്. 10 പടക്കങ്ങൾ പൊട്ടിച്ചു. ഒടുവിൽ താഴേക്കിറങ്ങിയതോടെ 2 തവണ മയക്കുവെടി. വെടിയേറ്റെങ്കിലും തണ്ണീർ ശാന്തനായി തുടർന്നു. മിനിറ്റുകൾക്കകം അവൻ മയങ്ങി. റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലത്തിൽ തളയ്ക്കാനായി എന്നതും ആശ്വാസമായി. രണ്ടാമത്തെ ഡോസ് മയക്കുവെടിയും കൊണ്ടതാണ്. പക്ഷേ ഇത്രയും നേരം അനങ്ങാതെ നിന്ന കൊമ്പൻ പതുക്കെ നമ്മളെ ഈ ഭാഗത്തേക്കല്ല എതിർ ദിശയിലേക്ക് നടന്നു നീങ്ങുന്നു. കുങ്കിയാനകൾ നേരത്തെ സജ്ജരായിരുന്നു. അരിക്കൊമ്പനെ ഉൾപ്പെടെ തളച്ച അതേ സൂര്യനും വിക്രമും കോന്നി സുരേന്ദ്രനും. ഇവിടെ വെളിച്ചം ഇപ്പോൾ എമർജൻസി ലാമ്പിൽ ഉൾപ്പെടെയാണ് അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഗ്രൗണ്ടിൽ എങ്ങനെ വെളിച്ചം സ്ഥാപിക്കും എന്നുള്ള ഒരു ദൗത്യം കൂടി മുന്നിലുണ്ട്. ഇവിടെയാണ് കുങ്കി ആനകളെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ഇവിടെ വെച്ചാണ് ലോറിയിലേക്ക് കയറ്റേണ്ടത്. 2 ആഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് തണ്ണീരിനെ മയക്കുവെടി വയ്ക്കുന്നത്. ആദ്യം കർണാടകത്തിലെ അവന്റെ തട്ടകമായിരുന്ന ഹാസനിൽ, ഇപ്പോൾ നമ്മുടെ മാനന്തവാടിയിൽ. എടവക പഞ്ചായത്തിലാണ് രാവിലെ ആദ്യം ആനയുടെ സാന്നിധ്യം ഉണ്ടായത്. മാനന്തവാടി ഗവൺമെൻറ് കോളേജിനൊക്കെ അടുത്തുള്ള പായോട് എന്ന സ്ഥലത്താണ് ആന ഉണ്ടായത്. അവിടെ നിന്നാണ് ആന ഈ നഗരഭാഗത്തേക്ക് നീങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിലാണ് KSRTC ബസ് സ്റ്റേഷൻ. ആ വഴിക്കാണ് ആന വന്നത്. അതിനുശേഷം ഈ വനം വകുപ്പിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതിൻ്റെ മുറ്റത്ത് നിലയുറപ്പിച്ചു. വീണ്ടും കോള് വരുന്നുണ്ട്. എന്താണെങ്കിലും ആന ഇപ്പോഴും ഈ വയലിൽ, ഈ വാൾനട്ട് ബേക്കറിക്ക് എതിർവശത്തുള്ള വയലിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട്. വയനാടിന് ആനയും കടുവയും പുലിയും കരടിയും ഒന്നും പുതുമയല്ല. പക്ഷേ മാനന്തവാടി നഗരത്തിന് കാട്ടാനയെ നേരിട്ട പരിചയം ഈ സമീപകാലത്തെങ്ങുമില്ല. ആ പതിവ് തെറ്റിച്ച് ഇന്ന് നഗരം പുലർന്നത് ആനക്കാര്യം പറഞ്ഞാണ്. മെയിൻ റോഡിലേക്ക് കയറി എന്ന് പറയുന്നു. ഒരുപക്ഷെ ആനയെ പടക്കം പൊട്ടിച്ച്
ഇങ്ങോട്ട് അത് ആനയുടെ ദൃശ്യങ്ങൾ ആന ഓടുന്ന ദൃശ്യങ്ങൾ നോക്കൂ. അത് ടൗണിന് അടുത്ത് അപ്പുറത്തുള്ള ബിൽഡിംഗ് ഒക്കെ ടൗണിലെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. അതിന് തൊട്ട് പിന്നിലുള്ള ഈ ഒഴിഞ്ഞ സ്ഥലത്താണ് വീണ്ടും കോഴിക്കോട് റോഡിലേക്കാണ് ആന പോകുന്നത്. പായോടാണ് ആദ്യം ആനയെ കണ്ടത്. മാനന്തവാടി കോഴിക്കോട് റോഡിൽ ഗവൺമെന്റ് കോളേജിന് സമീപത്തൂടെ അവൻ നീങ്ങി. ആന എന്തായാലും സേഫായി തൽക്കാലം ടൗണിൽ നിന്ന് ഈ ഒഴിഞ്ഞ വയലിലേക്ക് ഇറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏത് സമയവും ടൗണിലേക്ക് കയറാം. ഒരുപക്ഷെ മയക്കുവെടി വെക്കേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. പകൽ സമയത്ത് ഇവിടെ നിന്ന് ആനയെ എങ്ങനെ മാറ്റുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും അത് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. അടുത്ത് വലിയ ദൂരമില്ലാതെ 2-3 കിലോമീറ്ററൊക്കെ ഓടിച്ചാൽ വനത്തിൽ കയറ്റി വിടാം. പക്ഷേ അതെങ്ങനെ സാധിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ മാനന്തവാടി പുഴ കടന്ന് പാണ്ടിക്കടവിലേക്ക്. ആന നിൽക്കുന്നത് ഇത് നഗരമധ്യത്തിലുള്ള ഒരു തണ്ണീർത്തടമാണ്. ഇതിൻ്റെ ചുറ്റും നഗര റോഡുകളാണ്. അതിൻ്റെ നടുക്ക് വലിയൊരു കുഴിയിൽ വയലും അവിടെ കുറച്ച് വാഴകൃഷി, അവിടെ ഒരു വീട് കാണുന്നത് ആദിവാസി കോളനിയുണ്ട്. മുകളിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യം ഒരു അമ്പലത്തിൻ്റെതാണ്. ആ അമ്പലത്തിൻ്റെ താഴെ ഇങ്ങോട്ട് വന്നാൽ ഒരു ആദിവാസി കോളനി, അവിടെ ഒരു വീട് കാണാം. ആ വീട്ടുമുറ്റത്ത് ആളുകൾ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ മറുഭാഗം, ആ മറുഭാഗത്ത് ആ വയലിൻ്റെ ഈ വശത്താണ് ആനയുള്ളത്. ഇപ്പോൾ ഈ മരങ്ങൾ കാണുന്നതിൻ്റെ മറുവശത്ത് നമ്മുടെ ദൃശ്യങ്ങളിൽ ആനയെ കാണുന്നില്ല. ആന അവിടെ നിന്ന് വെള്ളമൊക്കെ കോരിയൊഴിച്ച് മണ്ണൊക്കെ വാരിയിട്ട് തണലത്തേക്ക് മാറി നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാഹചര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അതിനിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകളിൽ എത്തിയ വിദ്യാർത്ഥികളെ സുരക്ഷിതരാക്കാനും നിർദ്ദേശം. നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. താലൂക്ക് ഓഫീസും ട്രഷറി പരിസരവും കോടതിയും കടന്ന് ആന മുന്നോട്ട്. KSRTC ഡിപ്പോ പരിസരം വഴി നഗരത്തിലേക്ക് കടന്നു. ഇത് മാനന്തവാടി ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ട്രഷറി താലൂക്ക് ഓഫീസ് വളപ്പിൽ നിന്ന് റോഡ് കണ്ടോ? അതിന് അടുത്തുകൂടെ ആന പോകുന്നു. വീണ്ടും ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിന്റെ ഭാഗത്തേക്ക് ആന നീങ്ങുകയാണ്. മിനി സിവിൽ സ്റ്റേഷനും കടന്ന് തണ്ണീർ നഗരമധ്യത്തിലെ ചതുപ്പിലേക്ക്. ചൂട് കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ ആന മൂവ് ചെയ്യും. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തണുപ്പുള്ളത് കൊണ്ടാണ് ആന നിൽക്കുന്നത്. വെയിൽ ചൂടാവുകയാണ്, താപനില ഉയരുകയാണെങ്കിൽ ആന കൂടുതൽ ഒരു സുരക്ഷിതമായ സ്ഥലം അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ച് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അപകടകരമാകും. അങ്ങനെ ഒരു കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ഇപ്പോഴും അവിടെ നിന്ന് ഉത്തരവ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവിനായി കാത്തു നിൽക്കുക തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന കാര്യത്തിനായി കൃത്യമായ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ മയക്കുവെടി സംഘത്തിനൊക്കെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും എല്ലാം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ 5:30 മുതലാണ് ഈ മേഖലയിൽ ഈ കാട്ടാന ഭീതി വിതയ്ക്കാൻ തുടങ്ങിയത്. ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവവും ആന കാണിച്ചിട്ടില്ല. ഇപ്പോൾ കർണാടക വനംവകുപ്പും പറയുന്നത് അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു ആനയല്ല എന്നാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതിയാണ്. രാവിലെ 5:30 മുതൽ വീട്ടുമുറ്റത്തുകൂടെയും ഓഫീസുകൾക്കടുത്തുകൂടെയും ടൗണിലൂടെയും ഒക്കെയാണ് കാട്ടാന നീങ്ങിയത്. ഇപ്പോഴാണ് താരതമ്യേന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. നേരെ പുഴ ചാടും ഇന്ന സൈഡിലേക്ക് മിനി സിവിൽ സ്റ്റേഷനും കടന്ന് തണ്ണീർ നഗരമധ്യത്തിലെ ചതുപ്പിലേക്ക്.
വെയിലുറച്ചതോടെ ചെളി വാരിപ്പൂശി. അല്പം മയക്കം. അപ്പോഴേക്കും ഇങ്ങും ആള് കൂടിയിരുന്നു. എന്ത് തോന്നിയാസ കാണിക്കുന്നത്? ഈ ടൗണിലൂടെ ജനത്തെ നിർത്തിയിട്ട് ആനയെ ജനവാസ മേഖലയിൽ നിന്ന് വേഗത്തിൽ പിടികൂടി കാട്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു. അടിയന്തര തീരുമാനങ്ങൾ വേണം. വലിയൊരു ടൗണാണെന്നുള്ള കാര്യമെങ്കിലും ജില്ലാ ഭരണകൂടം അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ. നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ച് തുറസായ ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ. അടിയന്തര നടപടിക്ക് വനമന്ത്രിയുടെ നിർദ്ദേശം. മാനന്തവാടി പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നാലെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവുമെത്തി. ആ വാഴത്തോപ്പിനടുത്തായി തന്നെയാണ് ആന നിലകൊള്ളുന്നത്. ഈ ആന ഇങ്ങോട്ട് കയറി പോകുന്നത് കണ്ട നാട്ടുകാരൻ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. മാനന്തവാടി താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് കണ്ട ആന അതിലിറങ്ങി പോലീസ് സ്റ്റേഷൻ ഭാഗത്തൂടെ ആ മെയിൻ റോഡ് കട്ട് ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു. വന്ന് ഈ വാഴത്തോട്ടത്തിൽ കൂടെ വെടി കാണുന്ന വാഴത്തോട്ടമായിരുന്നു. അതിലെങ്ങനെ പോയി അവിടെ കുറേ നേരം ബന്ധിക്കപ്പെട്ടു. അവിടെ നിന്നാണ് ചാടി ഇങ്ങോട്ട് പോകുന്നത്. ഏതാനും 200 മീറ്റർ അപ്പുറം ആനയുണ്ടെന്ന് തന്നെയാണ് നിഗമനം. ഇതിന് മുകളിലുള്ളവരെല്ലാം ആനയെ നേരത്തെ വീക്ഷിച്ചിട്ടുണ്ട്. പല കെട്ടിടങ്ങളുടെ മുകളിലായി ഒക്കെ ഇവിടെ ആളുകൾ വലിയ രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ മുകളിൽ നിന്ന് ആനയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വാഴത്തോപ്പ്, ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ വാഴത്തോപ്പിലായി തന്നെ ആനയുണ്ട്. ഇവിടെ മരത്തിന് മുകളിൽ ഉൾപ്പെടെ RRT സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആനകളുടെ എണ്ണം പെരുകുന്ന വനമേഖലയാണ് ബന്ദിപ്പൂരും മുതുമലയും നാഗർഹോളയും കമ്പനിയും. കേരളവും തമിഴ്നാടും കർണാടകവും സംഗമിക്കുന്ന പ്രദേശങ്ങൾ. നാട്ടിലിറങ്ങുന്ന ആനകളെ എല്ലാം പിടികൂടി കൂട്ടിൽ അടയ്ക്കൽ പ്രായോഗികമേ അല്ല. പുനരധിവാസമാണ് പ്രധാന പോംവഴി. അങ്ങനെയാണ് തണ്ണീർ എന്ന ആനയും ബന്ദിപ്പൂരിലേക്കും അവിടെ നിന്ന് വയനാട്ടിലേക്കും എത്തിയത്. തണ്ണീർ, പേര് പോലെ തന്നെ പൊതുവെ ശാന്തൻ. പിന്നെ എന്തിനാണ് ഹാസനിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂരിലേക്ക് അയച്ചത്? ആ കഥ പറയാം. തണ്ണീരിന്റെ ആവാസദേശമായ ഹാസനിലെ വേലൂർ താലൂക്ക്. കാപ്പിത്തോട്ടങ്ങളും വയലേലകളും സമൃദ്ധമാക്കിയ പച്ചപ്പ്. കാപ്പിത്തോട്ടങ്ങളിലെ തണൽമരമായ പ്ലാവിൽ ചക്ക വിരിഞ്ഞാൽ പിന്നെ കൃഷിയിടത്തിൽ തന്നെയാണ് തണ്ണീർ. കർഷകർക്ക് പേടി, കൃഷിനാശം. അല്ലാതെ മനുഷ്യനെ ഉപദ്രവിച്ചെന്ന കുറ്റപത്രമേ ചാർത്തിയിട്ടില്ല കർണാടക വനം വകുപ്പ് തണ്ണീർ ആനയ്ക്കെതിരെ. കർഷകരുടെ നിരന്തര പരാതിയെ തുടർന്ന് കഴിഞ്ഞ 16-നായിരുന്നു കുങ്കിയാനകളെയും കൂട്ടി തണ്ണീരിനെ തളച്ചത്. ബിസ്ലെ ഗാർഡ്സിനും നാഗർഹോള വനമേഖലയ്ക്കും ഇടയിലെ ഹാസനിൽ ആനക്കാര്യം പുതുമയേയല്ല. കാട്ടിൽ നിന്ന് പിടിച്ച് കൂട്ടിലിടുകയോ മറ്റിടത്തേക്ക് പുനരധിവസിപ്പിക്കുകയോ ചെയ്ത ആദ്യ ആനയുമല്ല തണ്ണീർ. ഓപ്പറേഷൻ ജംബോ. നവംബർ മുതൽ ജനുവരി വരെ തണ്ണീരടക്കം 4 കാട്ടാനകളെ പിടികൂടി കർണാടക വനം വകുപ്പ്. പലരും തണ്ണീരിനെ പോലെ ശാന്തരായിരുന്നില്ല എന്നതാണ് ഹാസനിലെ ആനച്ചരിത്രം.
നിരവധി കർഷകർക്ക് ജീവൻ നഷ്ടമായതിന്റെ ഭീതി ഇന്നും ദേശത്തുണ്ട്. ആയിരത്തി 1994 ശേഷം 70 ആനകളെയെങ്കിലും തളച്ചു. ആനകളെ പിടികൂടിയ ശേഷം ആ ലാൻഡ്സ്കേപ്പിൽ ഒരു മോണിറ്ററിംഗ് ഇനിഷ്യേറ്റ് ചെയ്ത സംഘത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ 2014 ഡിസംബർ മുതൽക്ക് ഇങ്ങോട്ട് ഈ ആനയെ പിടികൂടിയിട്ടുള്ള ഹാസൻ മേഖലയിലെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലാൻഡ്സ്കേപ്പിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ആനകളുടെയും കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആന എന്ന് പറയുന്നത് ഏകദേശം 2017 കാലഘട്ടത്തിലാണ് സകലേഷ്പൂർ വഴി ഹാസൻ മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. ഇതും മറ്റ് 2-3 ആനകളും കൂടെ ചേർന്നിട്ട്. അപ്പോ ഈ ആന പൊതുവെ കൂടുതലും ഈ കോഫി എസ്റ്റേറ്റുകളിൽ, കാപ്പിത്തോട്ടങ്ങളിലാണ് കണ്ടിരുന്നതെങ്കിൽ കൂടി ഈ ആന കാരണം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജനങ്ങളുടെ നേരെ ഉള്ള ഒരു ആക്രമണവാസനയോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ബിഹേവിയർ ഒന്നും തന്നെ കാണിക്കാത്തൊരു അനിമലാണിത്. കാട്ടുമൃഗങ്ങൾക്ക് എന്തതിർത്തി? പിടികൂടി കാട് കിടത്തുന്ന ആനകൾ വനാതിർത്തി ഭേദിക്കുന്നവരാണ്. ചിലർ പഴയ വാസമേഖലകളിലേക്ക് തിരികെ വരാൻ ശ്രമിക്കും. മറ്റു ചിലർ ഇറക്കിവിട്ട സ്ഥലം സാമ്രാജ്യമാക്കും. ചില ആനകളാകട്ടെ നാടോടിയെപ്പോലെ കാട് ചുറ്റും. ചിന്നക്കനാലിലെ ശല്യക്കാരനായ അരിക്കൊമ്പനെ പിടികൂടി കേരളത്തിന്റെ ഭാഗമായ പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ടത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു. തിരികെ വരാനുള്ള അവന്റെ എല്ലാ ശ്രമങ്ങളും വാർത്തയായി. മനുഷ്യരെ കണ്ടും അരിമോഷ്ടിച്ചും ശീലിച്ച അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കമ്പം തേനി ഭാഗത്തെ വിറപ്പിച്ചു. அரிக்கொம்பன் யானை ஊருக்குள் சுற்றித் திரிவதால் தயவு செய்து பொதுமக்கள் யாரும் வீட்டை விட்டு வெளியே வர வேண்டாம் என இதன் மூலம் அறிவிக்கப்படுகிறது. വൈകാതെ തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി അപ്പർ കോതയാറിൽ ഇറക്കിവിട്ടു. കേരളം ലക്ഷ്യമാക്കി അരിക്കൊമ്പൻ മടങ്ങുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് അഭ്യൂഹങ്ങളുണ്ടായി. എന്നാലിപ്പോൾ കോതയാറിലെ പ്രകൃതിയുമായി ഇണങ്ങി അരിക്കൊമ്പൻ കഴിയുന്നു. കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ തമിഴ്നാട് പിടികൂടി കാട്ടിൽ വിട്ട കൊലയാളിയാന ബത്തേരി നഗരത്തിൽ ഇറങ്ങിയിരുന്നു. കാൽനടയാത്രക്കാരനെ ആക്രമിച്ച ശേഷം കാട്ടിലേക്ക് കയറിയ ആന പിന്നെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല.